എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കും. അപ്പോൾ ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യണം എന്നുള്ള വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നതാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിജ്ഞാപനം പിന്നീട് വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റും ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിനുമായിട്ടുള്ള വിജ്ഞാപനമാണ് ഇനി വരാനുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്ക് ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് എല്ലാ കോളേജിലേക്കും ഓപ്ഷൻ നൽകുന്നതിനും അവസരം ലഭ്യമാക്കുന്നതാണ്. വേക്കൻസി പ്രകാരമായിരിക്കും ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. കാരണം നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം, അതായത് ഡെയിലി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.